എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് എന്തൊക്കെ അപ്ലൈ ചെയ്യുന്ന, അതായത് ഫേസ് പാക്ക്, ക്രീം എന്തൊക്കെ അപ്ലൈ ചെയ്യുന്നോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എങ്ങനത്തെ സാധനങ്ങൾ എന്തൊക്കെ കഴിക്കുന്നു എന്നുള്ളത്. കാരണം നമ്മുടെ കഴിക്കുന്ന ഭക്ഷണങ്ങളും നമ്മുടെ സ്കിൻ കെയറിലെ ഒരു ഭാഗമാണ്. ഇപ്പോൾ ജങ്ക് ഫുഡ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു ഇഫക്റ്റ് നമ്മുടെ സ്കിന്നിൽ കാണാൻ പറ്റും. കാരണം ചിലരിൽ പിമ്പിൾസ് വരും, ഓയിലി ഫേസ് ആവും, അങ്ങനെ പല ഇതുണ്ടാവും. അതേ സമയത്ത് നല്ല ഹെൽത്തി ഫുഡ്, ധാരാളം ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫൈബർ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ആൾക്കാരുടെ സ്കിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ചേഞ്ച് അവരുടെ സ്കിന്നിൽ ഉണ്ടാവും. കാരണം സ്കിന്ന് നല്ല ക്ലിയർ ആയിട്ടിരിക്കും, പിമ്പിൾസ് ഒന്നും ഇല്ലാതെ നല്ല ഷൈനിങ് ആയിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഇന്ന് ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്, പക്ഷേ എക്സ്റ്റേണൽ അല്ല, ഫേസ് പാക്ക് ഒന്നല്ല. ഇന്നൊരു സ്കിൻ കെയർ, നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്നൊരു ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിൽ ചേർക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിൽ ഞാൻ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇനി നമുക്ക് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ചേർക്കുന്ന 1 കപ്പ് വാട്ടർ മെലണാണ്. അപ്പോൾ കുരുവൊക്കെ കളഞ്ഞ വാട്ടർ മെലൺ, ഒരുവിധം നല്ല മധുരമുള്ള വാട്ടർ മെലനാണ്. അപ്പോൾ ഇതൊരു 1 കപ്പ് ചേർക്കുകയാണ്. ഇനി ബാക്കി നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ്. ഒരു മീഡിയം സൈസ് ബീട്രൂട്ടിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബീട്രൂട്ട് അതിലേക്ക് ചേർക്കാം. പിന്നെ വേണ്ടത് ക്യാരറ്റാണ്. അപ്പോൾ ഒരു ക്യാരറ്റിൻ്റെ പകുതി ചേർത്തിട്ടുണ്ട്. ഇത് ഒരാൾക്കുള്ള അളവാണ് ഞാൻ ഈ പറയണത്. പിന്നെ കുക്കുംബർ, അപ്പോൾ ഒരു കുക്കുംബർ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ സാധാരണ ഇതുപോലെ തൊലി കളയാതാണ് ഞാൻ ഇടാറ്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടിയും, പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീരും. അപ്പോൾ കുക്കുംബർ ഞാൻ സാധാരണ ഇതുപോലെ തൊലി കളയാതെയാണ് ഞാൻ ജ്യൂസിലിടാറ്. അപ്പോൾ അത് അത്ര കയ്പ്പൊന്നും ഉണ്ടാവില്ല. പക്ഷേ ചില കുക്കുംബർ തൊലി നല്ല കയ്പ്പുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ തോലോട് കൂടിയിട്ടൊക്കെ ഇടാം. കാരണം അത് നല്ലതാണ്. ഇപ്പോൾ ഇനി നമുക്ക് മിക്സി അടച്ച് നന്നായിട്ട് നമുക്കതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ വേറെ മധുരം ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ജ്യൂസിൽ നമ്മൾ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ വാട്ടർ കണ്ടൻറ്റ് വളരെ കൂടുതലുള്ള ഫ്രൂട്ട്സൊക്കെയാണ് എടുത്തിരിക്കുന്നത്. കാരണം വാട്ടർ മെലൺ, കുക്കുംബർ ഇതെല്ലാം വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ളതാണ്. പിന്നെ ക്യാരറ്റിലും ബീട്രൂട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വിറ്റമിൻ സിയും അയണൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ സ്കിന്ന് നല്ലോണം ഗ്ലോയിങ് ആക്കാനും പിന്നെ പിഗ്മെൻറ്റേഷൻ പോവാനും സ്കിന്ന് നല്ല ബ്രൈറ്റ് ആക്കാനൊക്കെ ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ജ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് കുറേ ഗുണം ചെയ്യുന്നൊരു ജ്യൂസാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇത് ദിവസം ഇത് മുടങ്ങാതെ ഇത് കുടിക്കാൻ നമുക്ക് ട്രൈ ചെയ്യണം. കാരണം അത്രയും നല്ലതാണ് ഈ ഒരു ജ്യൂസ്. നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല കളറാണ്, നല്ല ഒരു റെഡ് കളറാണ്. പിന്നെ ഇത് എപ്പോഴാണ് കുടിക്കേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ രാവിലെ ഇത് കുടിക്കാം. നമ്മൾ ഇത് ബ്രേക്ക്ഫാസ്റ്റിന് പകരവും ഈ ഒരു ജ്യൂസ് കുടിക്കാം. കാരണം അത് അത്രയും ഫില്ലിംഗ് ആണ്. കാരണം അതിൽ കുറേ സാധനങ്ങൾ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഇത് രാവിലെ വെറും വയറ്റിൽ ഇത് കുടിക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇനി രാവിലെ സമയമില്ലെങ്കിൽ നിങ്ങൾക്കിത് പകൽ എപ്പോൾ വേണമെങ്കിലും കുടിക്കാം. അതായത് ഇപ്പോൾ ഒരു 11 മണിക്ക് എന്തെങ്കിലും കുടിക്കണം തോന്നിക്കഴിഞ്ഞാൽ കുടിക്കാം, അല്ലെങ്കിൽ വൈകുന്നേരം ചായക്ക് പകരം കുടിക്കാം. എപ്പോൾ വേണമെങ്കിലും ഇത് കുടിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിൽ മധുരമൊന്നും ഇട്ടിട്ടില്ല. അത് ഇങ്ങനെ തന്നെയാണ് കുടിക്കേണ്ടത്. അപ്പോൾ മാക്സിമം ഷുഗർ ഇടാതെ നോക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മധുരം തീരെ ഇല്ലാതെ പറ്റില്ലെങ്കിൽ കുറച്ച് വേണമെങ്കിൽ ഹണി ചേർക്കാം, വൈറ്റ് ഷുഗർ ചേർക്കണ്ട. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ജ്യൂസിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിത് അരിച്ചിട്ടില്ല. കാരണം ഇത് അരിക്കാതെയാണ് നമ്മൾ കുടിക്കുന്നത്. അതിൽ ബീട്രൂട്ട് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ പീസസ് ഒക്കെ ഉണ്ടാവുകയൊന്നും പ്രശ്നമില്ല. പക്ഷേ നമ്മളിത് അരിക്കാൻ പാടില്ല, അരിക്കാതെയാണ് കുടിക്കേണ്ടത്. കാരണം ഇത് അരിച്ചു കഴിഞ്ഞാൽ ഇതിൽ ആ ഒരു ഫൈബർ കണ്ടൻറ്റ് എല്ലാം നഷ്ടമാവും. അപ്പോൾ ഇത് അരിക്കാതെ വേണം കുടിക്കാൻ. അപ്പോൾ ഇതിൻ്റെ ഫൈബറും ഇതെല്ലാം ഇതിൽ അത്രയും നല്ല കാര്യങ്ങൾ, അത്രയും വിറ്റമിൻസും മിനറൽസും എല്ലാം ഈ ജ്യൂസിൽ അടങ്ങിയിട്ടുണ്ട്. സ്കിന്നിന് അത്രയും നല്ലൊരു ജ്യൂസാണ്. പിന്നെ ഇത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ അങ്ങനെ സൈഡിൽ അങ്ങനെ കുടിക്കണ്ട. അതൊന്നെങ്കിൽ ഇത് ചായക്കോ കാപ്പിക്കോ പകരം ഇത് കുടിച്ചിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് നോർമൽ ഫുഡ് കഴിക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്കിന്ന് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം വെള്ളം കുടിക്കുക, പിന്നെ ധാരാളം പച്ചക്കറികളും ഫ്രൂട്ട്സും എല്ലാം നമ്മുടെ
ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക, ജങ്ക് ഫുഡ് എല്ലാം കുറയ്ക്കുക. അപ്പോൾ ഇതെല്ലാം ഫോളോ ചെയ്താൽ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആയിട്ട് നല്ല ഗ്ലോയിങ് ആയിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ നമുക്കിത് കുടിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നല്ല ടേസ്റ്റാണ്. ഈ ജ്യൂസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. നമ്മുടെ സ്കിന്നൊക്കെ ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി ജ്യൂസാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കമൻസിൽ അറിയിക്കാൻ മറക്കരുത് ഇത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.